ഹലോ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ജർമ്മൻ ഭാഷയിലുള്ള മസ്കുലൈൻ ആർട്ടിക്കിളായ ഡെയർ എന്നുള്ള ആർട്ടിക്കിളാണ്. 3 തരം ആർട്ടിക്കിളാണ് ജർമ്മൻ ഭാഷയിലുള്ളത്. ഡെയർ, ഡി, ദസ്. ദസ് എന്നുള്ളത് നോയിട്രോം ആർട്ടിക്കിളും ഡി എന്നുള്ളത് ഫെമിനൈൻ ആർട്ടിക്കിളും ഡെയർ എന്നുള്ളത് മസ്കുലൈൻ ആർട്ടിക്കിളുമാണ്. അപ്പോൾ ഡെയർ എന്നുള്ള മസ്കുലൈൻ ആർട്ടിക്കിൾ ഏതൊക്കെ വാക്കുകൾക്കാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ആൻഡ് എന്ന് അവസാനിക്കുന്ന വാക്കുകൾ സാധാരണ മസ്കുലൈൻ ആർട്ടിക്കിളാണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണം നോക്കാം. ഡെയർ ഡെമോൺസ്ട്രാൻറ്റ്, ഡെയർ ലീഫറാൻറ്റ്, ഡെയർ മൂസിക്കാൻറ്റ്, ഡെയർ കോൺസുനാൻറ്റ്, ഡെയർ എലഫാൻറ്റ്, ഡെയർ ഇമിഗ്രാൻറ്റ്. ANT അഥവാ എൻറ്റ് എന്ന് അവസാനിക്കുന്ന വാക്കുകൾക്കും ഡെയർ എന്നുള്ള മസ്കുലൈൻ ആർട്ടിക്കിളാണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ഡെയർ പഷ്യൻറ്റ്, ഡെയർ സ്റ്റുഡൻറ്റ്, ഡെയർ പ്രസിഡൻറ്റ്, ഡെയർ അസിസ്റ്റൻറ്റ്. ഇനി OR എന്ന് അവസാനിക്കുന്ന വാക്കുകൾക്കും ഡെയർ എന്നുള്ള മസ്കുലൈൻ ആർട്ടിക്കിളാണ് ഉപയോഗിക്കുക. ഉദാഹരണത്തിന് ഡെയർ മോട്ടോർ, ഡെയർ ഡോക്ടർ, ഡെയർ ഡിറക്ടർ, ഡെയർ ഫാക്ടർ, ഡെയർ ഇൻസ്പെക്ടർ, ഡെയർ ഔട്ടോർ. AR എന്ന് അവസാനിക്കുന്ന വാക്കുകളും ഡെയർ എന്നുള്ള മസ്കുലൈൻ ആർട്ടിക്കിൾ ഉപയോഗിച്ചാണ് പറയാറ്. ഉദാഹരണത്തിന് ഡെയർ ലെയറർ, ഡെയർ ഫാറ്റർ, ഡെയർ സ്പീലർ, ഡെയർ ബെക്കർ. ഇനി ലിങ് എന്ന് അവസാനിക്കുന്ന അഥവാ LENG ലിങ് എന്ന് അവസാനിക്കുന്ന വാക്കുകൾ മസ്കുലൈൻ ആർട്ടിക്കിളായ ഡെയർ ഉപയോഗിച്ചാണ് പറയുന്നത്. ഉദാഹരണം നോക്കാം. ഡെയർ പ്രൂഫ്ലിംഗ്, ഡെയർ ലെയർലിംഗ്, ഡെയർ ഹോയ്പ്ലിംഗ്, ഡെയർ ഷ്മെറ്റർലിംഗ്, ഡെയർ ഷുട്സ്ലിംഗ്, ഡെയർ ഫ്രൂലിംഗ്, ഡെയർ സ്വീലിംഗ്. ഇനി ഈ ചേഹ അഥവാ ഇഹ് എന്ന് അവസാനിക്കുന്ന വാക്കുകൾക്കും ഡെയർ എന്നുള്ള മസ്കുലൈൻ ആർട്ടിക്കിളാണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ഡെയർ ടെപ്പിഷ്, ഡെയർ ഫിർസിഷ്. ഇഗ് അഥവാ IGE എന്ന് അവസാനിക്കുന്ന വാക്കുകളും ഡെയർ എന്നുള്ള ആർട്ടിക്കിൾ ഉപയോഗിച്ചാണ് പറയാറ്. ഉദാഹരണത്തിന് ഡെയർ ക്യൂനിഗ്, ഡെയർ ഹോണിഗ്. ഈസ്റ്റ് അഥവാ EST അവസാനിക്കുന്ന വാക്കുകളും നമ്മൾ ഡെയർ എന്നുള്ള മസ്കുലൈൻ ആർട്ടിക്കിൾ ഉപയോഗിച്ചാണ് പറയാറ്. ഉദാഹരണത്തിന് ഡെയർ ആർട്ടിസ്റ്റ്, ഡെയർ ടൂറിസ്റ്റ്, ഡെയർ ടെററിസ്റ്റ്, ഡെയർ പോലീസിസ്റ്റ്, ഡെയർ പ്രൊക്യൂറിസ്റ്റ്, ഡെയർ ജേർണലിസ്റ്റ്. ഇനി ഇസ്മുസ് അഥവാ ESMUS ഇസ്മുസ് എന്ന് അവസാനിക്കുന്ന വാക്കുകൾക്കും ഡെയർ എന്നുള്ള ആർട്ടിക്കിളാണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ഡെയർ ടൂറിസ്മുസ്, ഡെയർ അതെയിസ്മുസ്, ഡെയർ റാസിസ്മുസ്. അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിനും നമ്മൾ ഡെയർ എന്നുള്ള ആർട്ടിക്കിളാണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ഡെയർ ഗ്ലൗബ്, ഡെയർ എർഫോൾക്ക്. ഇത് രണ്ടിനും ഡെയർ എന്നുള്ള ആർട്ടിക്കിളാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ദിവസങ്ങൾക്ക് നമ്മൾ ഡെയർ എന്നുള്ള ആർട്ടിക്കിളാണ് ഉപയോഗിക്കുന്നത്. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, അങ്ങനെ. ഡെയർ മോൺടാഗ്, ഡെയർ സോൺടാഗ്, ഡെയർ ഡീൻസ്റ്റാഗ്, ഡെയർ മിറ്റ്വോഹ്, ഡെയർ ഡൊണസ്റ്റാഗ്. ഇങ്ങനെ ആഴ്ചയിലുള്ള എല്ലാ ദിവസങ്ങൾക്ക്. അതുപോലെ മാസങ്ങൾക്കും നമ്മൾ ഡെയർ എന്നുള്ള ആർട്ടിക്കിളാണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ഡെയർ ജാനുവാർ, ഡെയർ ഫെബ്രുവാർ, ഡെയർ മാർച്ച്, ഡെയർ ഏപ്രിൽ, ഡെയർ മെയ്, ഡെയർ യൂണി, ഡെയർ യൂലി, ഡെയർ ഔഗസ്റ്റ്. അങ്ങനെ എല്ലാ മാസങ്ങളും എല്ലാ ആഴ്ചയിലെ ദിവസങ്ങളും നമ്മൾ ഡെയർ എന്നുള്ള ആർട്ടിക്കിളാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ സീസൺസിനെ പറയുന്നത് ഡെയർ എന്നുള്ള ആർട്ടിക്കിൾ ഉപയോഗിച്ചാൽ. ഉദാഹരണത്തിന് ഡെയർ ഫ്രൂലിംഗ്, ഡെയർ സമ്മർ, ഡെയർ ഹെബ്സ്റ്റ്, ഡെയർ വിൻ്റർ. അതുപോലെ തന്നെ ഡയറക്ഷൻസ് ഡെയർ നോർദേൺ, ഡെയർ സ്യൂഡൻ, ഡെയർ വെസ്റ്റേൺ, ഡെയർ ഓസ്റ്റൺ. ഇങ്ങനെ 4 ഡയറക്ഷൻസ് പറയുന്നതിനും ഡെയർ എന്നുള്ള ആർട്ടിക്കിളാണ് ഉപയോഗിക്കുന്നത്. മഴ, മഞ്ഞ്, മൂടൽമഞ്ഞ്, ഇതിനെല്ലാം നമ്മൾ ഡെയർ എന്നുള്ള ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നത്. ഡെയർ റേഗൻ, ഡെയർ സ്നേ, ഡെയർ നേബൽ. ബിയർ ഒഴിച്ച് ബാക്കി എല്ലാ ആൽക്കഹോളിക് ഡ്രിങ്ക്സിനും നമ്മൾ ഡെയർ എന്നുള്ള ആർട്ടിക്കിളാണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ഡെയർ വൈൻ, ഡെയർ വിസ്കി,
ഡെയർ ഷ്നപ്സ്, ഡെയർ ബ്രാൻഡ് വൈൻ, അങ്ങനെ പോകുന്നു. നമ്മൾ ഏതു രാജ്യത്തു നിന്നാണ് വരുന്നത്, ആ രാജ്യക്കാരൻ എന്ന് പറയുന്നതിന് ഡെയർ എന്നുള്ള ആർട്ടിക്കിളാണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് അമേരിക്കക്കാരൻ എന്ന് പറയുന്നതിന് ഡെയർ അമേരിക്കാനർ. ഇനി റഷ്യക്കാരൻ എന്ന് പറയുന്നതിന് ഡെയർ റൂസ്. ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത് ഡെയർ ഇൻഡർ. ജർമ്മൻകാരൻ എന്ന് പറയുന്നത് ഡെയർ ഡോയ്ച്ചർ. അങ്ങനെ ഓരോ രാജ്യത്തു നിന്നുള്ള നാഷണാലിറ്റിയെ പറയുമ്പോൾ ഡെയർ എന്നുള്ള ആർട്ടിക്കിൾ വെച്ചാണ് പറയുന്നത്. ഇനി ഒരു എക്സെപ്ഷൻ ഉള്ളത്, ഡെയർ എന്ന് എയർ എന്ന് അവസാനിക്കുന്ന രണ്ട് വാക്കുകൾ മസ്കുലൈൻ ആർട്ടിക്കിൾ അല്ല ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ദസ് വെറ്റർ, ദസ് മെസർ ആണ്. ദസ് വെറ്റർ എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ. അതുപോലെ ദസ് മെസർ, കത്തിക്ക് നമ്മൾ പറയുന്നത് ദസ് മെസർ എന്നാണ്. എർ എന്നാണ് അവസാനിക്കുന്നത് എങ്കിൽ പോലും ദസ് മെസർ, വെറ്റർ എന്നുള്ള വാക്കിൽ ദസ് വെറ്റർ എന്നാണ് പറയുന്നത്. താങ്ക് യു.